അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് ജിൻസി ബിജു. ഞാൻ പള്ളുരുത്തി സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 5-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവന് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ശേഷം +2-നൊക്കെ ഒരു സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. നമുക്ക് അത്രയ്ക്കും നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് സിലബസിൽ സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവേ, എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ അമ്മേനോട് പറയണ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാൻ പറ്റുമായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മോന് അവിടെ അഡ്മിഷൻ കിട്ടണം, അവൻ ആഗ്രഹിക്കുന്ന പോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസ് ഒന്നും എനിക്ക് വശമില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ നല്ലതാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മാതാവ് വ്യക്തമായി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ നടത്തി തരുന്ന ദിവസങ്ങളാണ് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. അപ്പോൾ അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടി. സ്കൂൾ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ എൻ്റെ മോൻ കയറി. അവന് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി. +2-ന് അവൻ ആഗ്രഹിച്ചതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ സാധിച്ചു. +2-നും കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായി. ഹയർ സ്റ്റഡീസിന് എന്തിനു പോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ NDA ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഉടമ്പടിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. NDA എക്സാമിന് ഫസ്റ്റ് എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ കാശ് രൂപമൊക്കെ കൊടുത്ത് ആ കാശ് രൂപം കൊണ്ടാണ് അവൻ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ NDA എക്സാം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. അപ്പോൾ അതവന് എഴുതിയെങ്കിലും 2 തവണ എഴുതിയെങ്കിലും അവന് പാസ്സാവാൻ സാധിച്ചില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ സമയത്താണ് അവൻ്റെ ശ്രദ്ധ നോട്ടിക്കൽ സയൻസിലേക്ക് തിരിഞ്ഞത്, മർച്ചൻ്റ് നേവി എഡ്യൂക്കേഷനിലേക്ക്. അപ്പോൾ അതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഞാനത് അധികം പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ പേടിയുമായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ഭാവിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിനത് അർഹതയില്ലെങ്കിൽ അത് കൊടുക്കരുത്, അത് അവനെ മാതാവ് തന്നെ അത് മാറ്റിക്കളയണം, അവൻ ആ ചിന്ത തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അവനത് താല്പര്യമുള്ളത് കൊണ്ട് അവനതിൽ തന്നെ ഉറച്ചു നിന്ന് പിന്നെ അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതിലേക്ക്. അപ്പോൾ അതിനുള്ള എൻട്രൻസ് എക്സാം അവൻ എഴുതി പാസ്സായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതിന് ശേഷമുള്ള സ്പോൺസർഷിപ്പ് എക്സാമുകൾ എഴുതാൻ തുടങ്ങി. അതിനുവേണ്ടി മുംബൈയിലും ചെന്നൈയിലും ഒക്കെ പോയി പരീക്ഷ എഴുതി, ഓൺലൈൻ എക്സാമൊക്കെ എഴുതി. ചില എക്സാമൊക്കെ പാസ്സാകും, പിന്നീട് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ചില എക്സാമിന് ഇൻ്റർവ്യൂ പാസ്സാവും, സെക്കൻഡ് ഇൻ്റർവ്യൂവിന് അവർ വിളിക്കില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കണേ, പൈസ ഒരുപാട് ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കണേ. ഓരോ തവണ പോകുമ്പോഴും ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികവും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് 1 വർഷത്തോളം ഇവനിങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ പോയി. ഒന്നും ഇവിടെ എത്തണില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കെപ്പോഴും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, മാതാവിന് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഒരു പേടി തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ 1 വർഷമായപ്പോൾ തന്നെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റണില്ല. ആൾക്കാരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവനുണ്ടായി. ഇവന് വല്ല ഡിപ്രഷനായി പോകുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാനും ഹസ്ബൻഡും വളരെയധികം വിഷമിച്ചു. ഞങ്ങളപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൃപാസനത്തിൽ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് പ്രാർത്ഥിക്കും, ഉടമ്പടിയിൽ പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. രാവിലെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ലാസ്റ്റ് ചാൻസായി. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഒരു വർഷം കൂടി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ തന്നെ ഈ ഒരു എക്സാമും കൂടി എഴുതിയതിന് ശേഷം ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തി. അവസാനം ആ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കാശ് രൂപം മുറുക്കെ പിടിച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവൻ ഫസ്റ്റത്തെ എഴുതിയ എക്സാം പാസ്സായി. അതിന് ജസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെയായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിനും പാസ്സായി. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള എക്സാമും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. 600 പേരോളം എക്സാം എഴുതിയെങ്കിലും 15 പേര് മാത്രം സെലക്ട് ആയുള്ളൂ. അതിലൊരാൾ എൻ്റെ മോനായിരുന്നു.
അപ്പോൾ അതൊരുപാട് അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഒട്ടും അവൻ്റെ പേരോടെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും വലിയ അനുഗ്രഹമാണ്. പിന്നെ അതിനുശേഷം അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ ഇവർക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അപ്പോൾ തന്നെ ഓഫർ ലെറ്റർ കിട്ടും. പക്ഷേ ഓഫർ ലെറ്റർ കൈ കിട്ടി, ജോലി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് എക്സാം ഇതിന് നന്നായിട്ട് പഠിക്കണം, പഠിച്ച് അതിനുള്ള എക്സാം അപ്പിയർ ചെയ്യണം, അവർ കമ്പനി ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സിനോട് മാർക്കോട് പാസ്സാവണം. അപ്പോൾ ഈ കോഴ്സിന് ചേർന്നപ്പോൾ മുതലേ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടിയതിന് തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ആശ്വാസമായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദിപൂർവ്വം പ്രാർത്ഥന ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഓരോ എക്സാം വരുമ്പോഴും എന്നെ വിളിച്ച് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും മോനെ വിഷമിക്കേണ്ട, നിന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക, ബാക്കി ഈശോയും മാതാവ് നോക്കിക്കോളും, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയും. കാശുരൂപം അച്ഛൻ കൊടുത്ത കാശുരൂപം അവൻ്റെ കൊന്തയിലുണ്ട്, അവനെ കാശുരൂപം എപ്പോഴും തൊട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് ഉപ്പൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അത് നാവിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ എന്ന് ഞാൻ പറയും. അവനതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ തുടങ്ങി ഞാൻ പറയേണ്ട, അല്ലാതെ തന്നെ അവനതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പ്രാർത്ഥന കാര്യത്തിലും കൊന്തലിൻ്റെ കാര്യത്തിലാണെങ്കിൽ കിട്ടുന്ന സമയം കൊണ്ട് അവനത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റായി. കമ്പനി ആവശ്യപ്പെട്ടതിലധികം മാർക്കോടുകൂടി എൻ്റെ മോൻ പാസ്സായി. പിന്നെ ഇപ്പോൾ അടുത്ത മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി അവന് ചെന്നൈയിൽ US-ൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ ആണ്, അതിനുവേണ്ടി പോകാനിരിക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അടുത്തത് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് GST റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒരു അശ്രദ്ധ മൂലം എനിക്ക് വന്നൊരു തെറ്റ് കാരണം എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു 3.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. ഇത് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലയൻറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർക്കിത് കിട്ടാതെ ഇവരുടെ ബില്ല് പാസ്സാകാതെ വന്നപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് ക്ലിയർ ആവാത്തതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവരത് എന്നെ സമീപിച്ച് പറഞ്ഞത് കറക്റ്റ് ചെയ്ത് തരണം, ഞങ്ങൾക്കിത് വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്. ഈ 3.5 ലക്ഷം രൂപ നമ്മൾ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് എനിക്കും അതും അഫോർഡബിൾ അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ വിഷമിച്ചു പോയി. പക്ഷെ ഞാനിത് നോക്കി ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ ശരിക്കും വിഷമമായി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ ഉടമ്പടിയിലുള്ളവരാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച് ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കാശുരൂപം എടുത്ത് കൈ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു കൊളീഗ് വന്നിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഞാനത് ഈ പ്രശ്നം അറിയുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ മാസം 20-ാം തീയതി വരെ 2 വർഷത്തേക്ക് മുന്നേക്കുള്ള ഒരു എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളും കുറേ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒരു 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ അറിയണം. ഒരു മാസം കഴിഞ്ഞിട്ടാണ്, അടുത്ത മാസമാണ് ഞങ്ങൾ ഈ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയം തന്നെ മാതാവ് എനിക്കത് കാണിച്ചു തരികയും അതിനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മാർഗവും മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് ഉടനെ തന്നെ അത് പറഞ്ഞത് ചെയ്യിപ്പിച്ച് ഞാൻ സഹകരിച്ചത് ചെയ്ത് പ്രശ്നം സോൾവ് ആയി. ക്ലയൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കും അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ കാര്യപ്രവൃത്തി ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരെയൊക്കെ രോഗികളെയൊക്കെ പോയി കാണാറുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും പോയി കാണാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് വരുന്ന ആൾക്കാർ, എൻ്റെ കണ്ണിൽ പെടുന്ന ആൾക്കാരെ എല്ലാവരും ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഞാനെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ ഇപ്പോൾ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ നേരിട്ടോ അല്ലാതെ ഫോണിലൂടെ വിളിച്ചിട്ടാണെങ്കിലും ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പ്രാർത്ഥനാ സഹായമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റണത് പോലെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ചിട്ട് ക്രൈസ്തവ മേഖല അക്രൈസ്തവ മേഖലകളിലും കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഞാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കും, അച്ഛൻ്റെ ക്ലാസ് കൂടാനായിട്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ വീടിനടുത്തുള്ള ആളുകൾക്ക് ആണെങ്കിൽ, ഇപ്പോൾ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്കൊക്കെ ഒരു കേൾക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ല, അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ അവർക്ക് കൊടുത്തിട്ട് അവരോടത് കേട്ടോളാൻ പറയും. അതവിടെ കൊടുത്തിട്ട് ഞാൻ പിന്നെ അതങ്ങനെ അത് ശീലമായി. പിന്നെ അത് എല്ലാവരും വന്ന് എൻ്റെ അടുത്തൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. അത് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അത് മറ്റുള്ളവരോട് കൂടാനായിട്ടത് പറയുകയും ചെയ്യും. അതിൻ്റെ അനുഗ്രഹങ്ങൾ
മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുമുണ്ട്. അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡെയിലി നമുക്ക് നമ്മുടെ ഡെയിലി നീഡ്സ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അച്ഛനോട് ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് കിട്ടുന്ന എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് സാക്ഷ്യപ്പെടുത്തും. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യത്തിൽ ഓരോരുത്തരോട് പറഞ്ഞത് കൂടണം എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയാറുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മനുഷ്യർക്ക് നല്ല ദാനങ്ങൾ നൽകാൻ, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ജിൻസിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൻ്റെ പഠനകാലം മുതലുള്ള വലിയ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള ആവലാതിയൊക്കെയാണ് ജിൻസി എന്ന അമ്മ ഇവിടെ നമ്മോട് പങ്കുവച്ചത്. മകനെ പഠനകാലത്തെല്ലാം ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന മകനെ ഇന്ന് മെർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യാനായി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള ഈശോയുടെ വലിയ സാക്ഷ്യമാണിത്. നമ്മുടെ അയോഗ്യതകളെല്ലാം കൃപകളാക്കി നിറച്ച് നമ്മെ വളരെ ഉയരങ്ങളിലേക്ക് ഈശോ നമ്മെ എത്തിക്കും എന്നുള്ളതാണ് ഉടമ്പടി എന്ന ഈ വാഗ്ദാന പ്രാർത്ഥനാ പദ്ധതിയുടെ പ്രത്യേകത. ഈശോ നമ്മോട് അരുളി ചെയ്യുന്നത് പോലെ നമ്മുടെ മക്കൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കും. കാരണം നാം 6 നിയോഗങ്ങൾ എഴുതുമ്പോൾ ഒരു നിയോഗം ഒരു ആധ്യാത്മിക നിയോഗമാണ് നാം എഴുതാറുള്ളത്. അത് നമുക്ക് ഈശോയെ അനുഭവിക്കുവാനോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എല്ലാ സമയത്തും നമുക്ക് ലഭിക്കുവാനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയോ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ഞാൻ അങ്ങയുടെ ദാസനോ ദാസിയോ, ഇങ്ങനെ ഒരുപാട് ആധ്യാത്മിക ആവശ്യങ്ങൾ നാം എഴുതാറുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഉടമ്പടി ജീവിതം നമുക്ക് വളരെ മനോഹരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം ഉടമ്പടി ജീവിതം ഒരു സ്വർഗീയ മുന്നാസ്വാദനമാണ്. ഇവിടെയുള്ള നമ്മുടെ ത്യാഗജീവിതം, പല മക്കളും ഇവിടെ വന്ന് ഉടമ്പടി കണ്ടിന്യൂസ് ആയി ഒരു ദിവസത്തെ പോലും ബ്രേക്കില്ലാതെ, ഒരു സഹോദരി ഇവിടെ വന്ന് പറയുകയായിരുന്നു, ഞാൻ 18 പ്രാവശ്യം ഉടമ്പടി പുതുക്കി, ഒരു ദിവസം പോലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ഈശോയോടുള്ളൊരു വലിയ ഉടമ്പടിയാണ്. നമുക്കറിയാം ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 വ്യക്തികൾ തമ്മിൽ, ദൈവവും ഞാനും തമ്മിലുള്ള ഒരു ഉറപ്പിൻ്റെ എഗ്രിമെൻ്റാണിത്. അതിൽ ഞാൻ അല്പം പോലും യാതൊരു കോംപ്രമൈസുമില്ല. ദൈവത്തിനുള്ളത് ഞാൻ കൃത്യമായി ദൈവത്തിന് കൊടുത്തിരിക്കും എന്നുള്ള ഒരു വലിയ ഉറപ്പാണെന്ന് ജിൻസി തൻ്റെ ഉടമ്പടി വളരെ കൃത്യമായി പാലിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണിത്. താൻ ചോദിച്ചതെല്ലാം തന്നെ ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അവരുടെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു. മകൻ വളരെ വലിയ ഉന്നതങ്ങളിലേക്ക് ഉയരണം എന്ന പ്രാർത്ഥനയാണ് ഈ അമ്മയുടേത്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നാം എപ്പോഴും യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവ് നമ്മൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്, അഭിഷേകമാണ്. നമുക്കതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കെപ്പോഴും ഈശോയോട് വിശ്വസ്തതയുള്ളവരായിരിക്കാം. മാതാപിതാക്കൾക്കുള്ള ഒരു വലിയ ആശങ്കയാണ് എൻ്റെ മക്കൾ ഉടമ്പടിയെടുത്താൽ കൃത്യമായി പാലിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ട്. നമ്മുടെ കഴിവിലല്ല നാം ജീവിക്കുന്നതെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ബോധ്യം വരുമെങ്കിലും അതൊരു നമ്മെ വളരെയധികം വേട്ടയാടുന്നൊരു പ്രശ്നമാണ്. ഉടമ്പടി എടുത്താൽ എനിക്ക് വിശ്വസ്തരാകാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ആശങ്ക നമുക്കതിൽ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാമല്ല നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉടമ്പടി ജീവിതവും നയിക്കുന്നത്, പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു. കാരണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ നാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കും. നമ്മുടെ ഏതൊരവസ്ഥയിലും അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോ നമ്മെ അഭിഷേകവും കൃപകളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജിൻസിയുടെയും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.